ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്നും വാർത്തകളിൽ കാണുന്ന ബഹ്റൈൻ, പലസ്തീൻ, സിറിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ. ഇതൊക്കെ കേവലം രാഷ്ട്രീയമായ തർക്കങ്ങൾ മാത്രമാണോ? അതോ അന്ത്യദിനത്തോടടുക്കുമ്പോൾ ലോകത്ത് യുദ്ധങ്ങൾ വർദ്ധിക്കുമെന്നും സമാധാനം നഷ്ടപ്പെടുമെന്നും അന്ത്യപ്രവാചകൻ പ്രവചിച്ച ആ അടയാളങ്ങളുടെ തുടക്കമാണോ? യുദ്ധങ്ങൾ മാത്രമല്ല, അറേബ്യൻ മണ്ണിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. വറ്റിവരളുന്ന നദികൾ, പച്ചപ്പണിയുന്ന മരുഭൂമികൾ, ആകാശത്തോളം ഉയരുന്ന കെട്ടിടങ്ങൾ. അന്ത്യകാലത്തെക്കുറിച്ച് പ്രവാചകൻ നൽകിയ ആ 10 പ്രധാന സൂചനകൾ നമ്മുടെ കൺമുന്നിൽ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നതിനു മുൻപ് ഇതുപോലുള്ള ചരിത്രപരമായ സത്യങ്ങളും നിഗൂഢമായ കഥകളും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. എങ്കിൽ നമുക്ക് നേരെ ആ 10 പ്രധാന അടയാളങ്ങളിലേക്ക് കടക്കാം. ലോകചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ എന്നും മുൻപന്തിയിലുള്ള ഭൂപ്രദേശമാണ് ഷാം. ഇന്നത്തെ സിറിയ, പലസ്തീൻ, ലെബനാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ചേരുന്നതാണ് ഈ പ്രദേശം. ചരിത്രകാരന്മാരും മതപണ്ഡിതനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ മണ്ണിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചില ഗൗരവകരമായ കാര്യങ്ങൾ മുഹമ്മദ് നബി പ്രവചിച്ചിരുന്നു. അന്ത്യദിനത്തോടടുക്കുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഷാമിലേക്ക് മാറുമെന്നും അവിടെ തുടർച്ചയായ കുഴപ്പങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുമെന്നുമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ന് സിറിയയിലും പലസ്തീനിലും നമ്മൾ കാണുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ കേവലം അതിർത്തി തർക്കങ്ങൾ മാത്രമാണോ? പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സംഘർഷങ്ങൾ ഏതോ വലിയ മാറ്റത്തിന്റെ മുന്നോടിയാണോ എന്ന ചോദ്യം ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാണ്. ഹദീസുകളിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം ഒരു കുഴപ്പം അവസാനിക്കുമ്പോഴേക്കും മറ്റൊന്നവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കൽ ലോകത്തിന്റെ വിജ്ഞാന കേന്ദ്രമായിരുന്ന ഈ മണ്ണ് ഇന്ന് പുകയുന്ന യുദ്ധക്കളമായി മാറിയിരിക്കുന്നത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ വയ്യ. മറ്റൊരു കൗതുകകരമായ കാര്യം ഈ പ്രദേശത്തെ വിശ്വാസികളെയും അവരുടെ ക്ഷമയെയും കുറിച്ച് നൽകപ്പെട്ട സൂചനകളാണ്. എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും അവർ ആ മണ്ണിൽ ഉറച്ചു നിൽക്കുമെന്നത് ഇന്ന് ഗാസയിലെയും മറ്റും ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻ ശക്തികളെല്ലാം എപ്പോഴും ഈ ചെറിയ ഭൂപ്രദേശത്ത് താൽപ്പര്യം കാണിക്കുന്നത്? രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത് കേവലം ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളാണെങ്കിൽ, നബിവചനങ്ങളെ പിന്തുടരുന്നവർക്ക് ഇത് വരാനിരിക്കുന്ന വലിയൊരു യുഗമാറ്റത്തിന്റെ കൃത്യമായ അടയാളമാണ്. ഷാം പ്രദേശത്തെ ഓരോ ചലനവും ലോകക്രമത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഈ അശാന്തിയുടെ പുകമറയ്ക്കപ്പുറം നാം കാണാതെ പോകുന്ന മറ്റടയാളങ്ങൾ എന്തൊക്കെയാകാം? വരും നാളുകളിൽ ഈ മണ്ണ് ലോകത്തിന് നൽകാൻ പോകുന്ന സന്ദേശം ഇതിലും വലുതായിരിക്കുമെന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും പുരാതനമായ നദികളിലൊന്നായ ഫുറാത്ത് അഥവാ യൂഫ്രട്ടീസ് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാണ്. തുർക്കിയിൽ തുടങ്ങി സിറിയയിലൂടെയും ഇറാഖിലൂടെയും ഒഴുകുന്ന ഈ നദി വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ലോകത്തെ ഇന്ന് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇതിനു പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയപ്പെട്ട ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങളുണ്ട്. അന്ത്യദിനത്തോടടുക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റുമെന്നും അതിൽ നിന്നൊരു സ്വർണ്ണമല വെളിപ്പെടുമെന്നുമാണ് ആ സൂചന. ആ സ്വർണത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ 100ൽ 99 പേരും കൊല്ലപ്പെടുമെന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയാൽ യൂഫ്രട്ടീസ് നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലില്ലാത്ത വിധം താഴുന്നതായി കാണാം. നദി വറ്റിയ പല ഭാഗങ്ങളിലും പുരാതനമായ ഗുഹകളും നഗരങ്ങളും ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ പ്രദേശങ്ങളിലെ സ്വർണ്ണശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ ലോകശ്രദ്ധ നേടുന്നത്. ഇറാഖിലെയും സിറിയയിലെയും ചില മേഖലകളിൽ അടുത്തിടെ കണ്ടെത്തിയ സ്വർണ്ണ ഖനന സാധ്യതകളും ഖനികളും ഈ പ്രവചനങ്ങളുമായി കൂട്ടിവായിക്കാവുന്നതാണ്. നദിയിലെ ജലനിരപ്പ് കുറയുമ്പോൾ ഖനനം കൂടുതൽ എളുപ്പമാകുന്നുവെന്നതും ഈ മേഖലയിൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിച്ചുവരുന്നതും നിഗൂഢമായൊരു കൗതുകമാണ്. പ്രവചനങ്ങളിൽ പറയപ്പെട്ട സ്വർണ്ണമല എന്നത് യഥാർത്ഥത്തിൽ ഒരു മലയാണോ അതോ ഭൂമിക്കടിയിലെ വമ്പിച്ച സ്വർണ്ണശേഖരമാണോ എന്ന ചർച്ചകൾ ഇന്ന് സജീവമാണ്. എന്തുകൊണ്ടാണ് യൂഫ്രട്ടീസ് നദിയിലെ ഈ മാറ്റം ഇത്രയേറെ ഗൗരവത്തോടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? കേവലം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണോ ഇത്? അതോ വലിയ യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുകയാണോ? നദി വറ്റുന്നതും സ്വർണം പ്രത്യക്ഷപ്പെടുന്നതും ഒരേ കാലത്ത് സംഭവിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരടയാളമാണ്. നൂറ്റാണ്ടുകളായി ചുട്ടുപൊള്ളുന്ന മണലാരണ്യമായി നാം കണ്ടിരുന്ന അറേബ്യൻ മണ്ണ്
ഇന്ന് വിശ്വസിക്കാനാവാത്ത വിധം പച്ചപ്പിലേക്ക് വഴിമാറുകയാണ്. അറബ് മണ്ണ് പുൽമേടുകളും നദികളുമായി മാറുന്നതുവരെ അന്ത്യദിനം സംഭവിക്കില്ല എന്ന നബിവചനം ഇന്ന് നമ്മുടെ കൺമുന്നിൽ അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. കേവലമൊരു വിശ്വാസമെന്നതിലുപരി ശാസ്ത്രലോകത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. പ്രകൃതിദത്തമായ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യനിർമ്മിതമായ പദ്ധതികളും ഒത്തുചേരുമ്പോൾ അറേബ്യൻ മരുഭൂമി അതിന്റെ പഴയകാല ഹരിതാഭയിലേക്ക് മടങ്ങുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് മക്കയിലെയും മദീനയിലെയും മലനിരകൾ കഠിനമായ മഴയെ തുടർന്ന് പൂർണ്ണമായും പച്ചപ്പണിഞ്ഞ ദൃശ്യങ്ങൾ ലോകത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആ പുൽമേടുകൾ പ്രവചനങ്ങളിലെ സൂചനകളെ അത്രമേൽ ശരിവയ്ക്കുന്നതായിരുന്നു. പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾക്ക് പുറമെ ഗ്രീൻ സൗദി ഇനിഷ്യേറ്റീവ് പോലുള്ള ബൃഹത്തായ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് മരങ്ങളാണ് മരുഭൂമിയിൽ വെച്ചുപിടിപ്പിക്കുന്നത്. റിയാദ് പോലുള്ള നഗരങ്ങളിലും മരുഭൂമിയുടെ അതിർത്തികളിലും ഇന്ന് ലക്ഷക്കണക്കിന് മരങ്ങൾ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. കൂടാതെ അത്യാധുനിക ജലസേചന രീതികൾ ഉപയോഗിച്ച് മരുഭൂമിയുടെ നടുവിൽ പോലും വൻതോതിലുള്ള കൃഷിയിടങ്ങളാണ് ഇന്നൊരുക്കിയിരിക്കുന്നത്. കഠിനമായ മഴ പെയ്യുമ്പോൾ മണൽക്കുന്നുകൾക്കിടയിൽ താൽക്കാലിക തടാകങ്ങൾ രൂപപ്പെടുന്നതും കൃത്രിമ മഴ പെയ്യിക്കുന്ന ക്ലൗഡ് സീഡിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ വ്യാപകമാകുന്നതും മരുഭൂമിയുടെ സ്വാഭാവികമായ വരൾച്ചയെ ഇല്ലാതാക്കുന്നു. ഒരിക്കൽ മണൽക്കാട്ടുകൾ മാത്രം വീശിയിരുന്ന മണ്ണിൽ ഇന്ന് പുഴകളും പുൽമേടുകളും പ്രത്യക്ഷപ്പെടുന്നത് അവിശ്വസനീയമാണ്. മരുഭൂമിയിലെ ഓരോ പച്ചപ്പും വരാനിരിക്കുന്ന വലിയൊരു യുഗമാറ്റത്തിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. മണലാരണ്യത്തിലെ കഠിനമായ ചൂടിൽ ആടുകൾ മേച്ച് ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനതയുടെ പരിവർത്തനം ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു അത്ഭുതമാണ്. നഗ്നപാതരും ദരിദ്രരുമായ ആട്ടിടയന്മാർ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിൽ പരസ്പരം മത്സരിക്കുന്നത് കാണാം എന്ന പ്രവാചക വചനം ഇന്ന് അറേബ്യൻ നഗരങ്ങളിലെ ആകാശകാഴ്ചകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. മരുഭൂമിയുടെ ഏകാന്തതയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ഈ വളർച്ച കേവലം സാമ്പത്തിക പുരോഗതി മാത്രമല്ല, പ്രവചിക്കപ്പെട്ട ഒരു കാലത്തിലേക്കുള്ള കൃത്യമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഇന്ന് ദുബായിലെ ബുർജ് ഖലീഫയെ നോക്കി നിൽക്കുമ്പോൾ അതിനേക്കാൾ ഉയരമുള്ള ജിദ്ദ ടവർ നിർമ്മിക്കാനുള്ള മത്സരങ്ങൾ സൗദിയിൽ സജീവമാകുന്നത് നാം കാണുന്നു. ഇതിനെല്ലാം പുറമെ നിയോം പോലുള്ള വിസ്മയ പദ്ധതികളിലൂടെ കടലിനും മരുഭൂമിക്കും മുകളിലൂടെ കിലോമീറ്ററുകളോളം നീളുന്ന കണ്ണൽജിപ്പിക്കുന്ന നഗരങ്ങൾ അവർ പണിതുയർത്തുകയാണ്. പഴയ തലമുറയുടെ ആട്ടിടയ വേഷങ്ങളിൽ നിന്നും ആധുനിക ലോകത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലേക്കുള്ള ഈ കുതിച്ചുചാട്ടം എത്രത്തോളം വേഗത്തിലായിരുന്നു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരുഭൂമിയിൽ ഒരിറ്റ് ജലത്തിനായി അലഞ്ഞവർ ഇന്ന് ആകാശത്തെ തൊടാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രവചനങ്ങൾ കേവലം വാക്കുകളല്ല, മറിച്ച് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ബിന്ദുവിനായി അവർ നടത്തുന്ന ഓരോ മത്സരവും ലോകം അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രത്തോളം അടുത്തുകഴിഞ്ഞു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നൂറ്റാണ്ടുകളായി അതീവ യഥാസ്ഥിതികമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്ന അറബ് മണ്ണ് ഇന്ന് അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഗീതോപകരണങ്ങളും നൃത്തസംഗീത പരിപാടികളും വീടുകളിലും പൊതുവേദികളിലും വ്യാപകമാകുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമായി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം സ്വകാര്യ ഇടങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന വിനോദങ്ങൾ ഇന്ന് വലിയ ആഘോഷങ്ങളായി തെരുവുകളിലേക്ക് പടരുന്നത് നാം കാണുന്നു. ഒരിക്കൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാതിരുന്ന മാറ്റങ്ങളാണ് ഇന്ന് അറേബ്യൻ നഗരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു മാറ്റമായ റിയാദ് സീസൺ പോലുള്ള പരിപാടികൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ലോകപ്രശസ്തരായ സംഗീതജ്ഞരും കലാകാരന്മാരും പങ്കെടുക്കുന്ന കൂറ്റൻ കൺസേർട്ടുകൾക്ക് ഇന്ന് അറേബ്യൻ മരുഭൂമി വേദിയാകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഇത്തരം വിനോദ പരിപാടികൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ആ സമൂഹത്തിന്റെ മുൻഗണനകൾ എത്രത്തോളം മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. മദ്യം പോലുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ പോലും ചിലയിടങ്ങളിൽ സാധാരണമായി മാറുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഈ പ്രവചനങ്ങളുമായി കൂട്ടുവായനയ്ക്ക് വഴിമരുന്നിടുന്നു. പുരോഗതിയുടെയും വിനോദത്തിന്റെയും പേരിൽ നടപ്പിലാക്കപ്പെടുന്ന ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ പ്രവചിക്കപ്പെട്ട ആ കാലഘട്ടത്തിന്റെ പൂർത്തീകരണമാണോ എന്ന് പലരും സംശയിക്കുന്നു.
വിശ്വാസവും ആധുനികതയും തമ്മിലുള്ള ഈ സംഘർഷം അറേബ്യൻ മണ്ണിൽ പുതിയൊരു സംസ്കാരത്തിന് ജന്മം നൽകുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചനകൾ വളരെ ഭയപ്പെടുത്തുന്നതാണ്. നിശബ്ദമായിരുന്ന മരുഭൂമിയിൽ ഇന്ന് സംഗീതത്തിന്റെ ശബ്ദമുയരുമ്പോൾ നാം അറിയാതെ തന്നെ വലിയ ഒരു ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ സംശയമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ നൽകിയ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനമായിരുന്നു ഹിജാസ് ഭൂമിയിൽ നിന്നും പുറപ്പെടുന്ന വലിയൊരഗ്നിയെക്കുറിച്ചുള്ളത്. ഹിജാസ് പ്രദേശത്തുനിന്ന് ഒരു വലിയ തീ പ്രത്യക്ഷപ്പെടും. അത് സിറിയയിലെ ഒട്ടകങ്ങളുടെ കഴുത്തുകളെ പ്രകാശിപ്പിക്കും എന്നായിരുന്നു ആ വചനം. മൈലുകൾക്കപ്പുറമുള്ള സിറിയയിൽ വരെ അതിന്റെ പ്രകാശം എത്തുമായിരുന്നു എന്നത് ആ അഗ്നിയുടെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു. ഈ പ്രവചനം ചരിത്രത്തിൽ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞ ഒന്നായാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. ഹിജ്റ വർഷം 654 ക്രിസ്താബ്ദം 1256 മദീനയ്ക്ക് സമീപമുള്ള ഹറത്ത് റഹാത്ത് എന്ന അഗ്നിപർവ്വത മേഖലയിലുണ്ടായ സ്ഫോടനമാണ് ഈ പ്രവചനത്തിന്റെ പുലർച്ചയായി കണക്കാക്കപ്പെടുന്നത്. ആഴ്ചകളോളം നീണ്ടുനിന്ന ആ അഗ്നിപർവ്വത സ്ഫോടനം മദീനയിലെ ആകാശത്തെ ചുവപ്പണിയിക്കുകയും വമ്പിച്ച തോതിൽ ലാവ ഒഴുകുകയും ചെയ്തു. ചരിത്രരേഖകൾ പ്രകാരം ഈ അഗ്നിയുടെ പ്രകാശം 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ ബുസ്ര നഗരത്തിൽ വരെ ദൃശ്യമായിരുന്നു. മണലാരണ്യത്തിലെ ഈ അഗ്നിവിസ്മയം ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയും മറ്റൊരു കാലഘട്ടത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ പോലും പ്രവചനങ്ങളുടെ സാക്ഷികളായി മാറുന്ന കാഴ്ചയാണിത്. കഴിഞ്ഞുപോയ ഈ ചരിത്ര സംഭവം വരാനിരിക്കുന്ന മറ്റടയാളങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായി ഇന്നും നിലനിൽക്കുന്നു. മതപരമായ ദൃഢതയ്ക്കും ഏകദൈവ വിശ്വാസത്തിനും പേരുകേട്ട അറബ് മണ്ണ് ഒരിക്കൽ ഉപേക്ഷിച്ച പഴയകാല ആചാരങ്ങളിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് പ്രവാചകൻ നൽകിയ മുന്നറിയിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ ദുൽഖലസ എന്ന വിഗ്രഹത്തെ ചുറ്റുന്നതുവരെ അന്ത്യദിനം സംഭവിക്കില്ല എന്ന വചനം ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ അറേബ്യയിൽ നിന്നും പാടെ തുടച്ചു നീക്കപ്പെട്ട വിഗ്രഹാരാധനയും പഴയകാല അന്ധവിശ്വാസങ്ങളും പിൽക്കാലത്ത് പുനർജനിക്കുമെന്നത് അക്കാലത്ത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. യമനിലും മക്കയ്ക്കും മദീനയ്ക്കുമിടയിലുള്ള പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന ഒരു പുരാതന വിഗ്രഹമായിരുന്നു ദുൽഖലസ. ചരിത്രത്തിൽ ഇതിനെ യമനിലെ കാബ എന്നുപോലും വിളിച്ചിരുന്നു. എന്നാൽ സമകാലിക ലോകത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന സാംസ്കാരികമായ ഉദാരവൽക്കരണവും പുരാതന ശില്പങ്ങളോടും ചരിത്ര അവശിഷ്ടങ്ങളോടും വർദ്ധിച്ചുവരുന്ന താൽപ്പര്യവും ഈ പ്രവചനവുമായി ബന്ധപ്പെടുത്തി പലരും ചർച്ച ചെയ്യാറുണ്ട്. മ്യൂസിയങ്ങളുടെയും വിനോദതുഞ്ചാരത്തിന്റെയും പേരിൽ പഴയകാല ആരാധനാമൂർത്തികളുടെ ശില്പങ്ങൾ വീണ്ടും പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിന്റെ തുടക്കമാണോ എന്ന് സംശയിക്കാവുന്നതാണ്. വിശ്വാസത്തിന്റെ കാതൽ കൈമോശം വരികയും ഭൗതികമായ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ പ്രവചനം വരച്ചു കാണിക്കുന്നത്. ആധുനികതയുടെ മറവിൽ പഴയകാല അനാചാരങ്ങൾ വീണ്ടും അറബ് സമൂഹത്തിലേക്ക് കടന്നുവരുമ്പോൾ അത് ലോകത്തിന്റെ അന്ത്യത്തോടടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ മറ്റൊരടയാളമായി മാറുകയാണ്. മണൽക്കുന്നുകൾക്കിടയിൽ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും കഴിഞ്ഞിരുന്ന ഒരു ജനത ലോകം മുഴുവൻ അസൂയയോടെ നോക്കുന്ന വമ്പിച്ച സമ്പത്തിന്റെ ഉടമകളായി മാറുന്നതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ സൂചനകൾ നൽകപ്പെട്ടിരുന്നു. അന്ത്യദിനത്തോടടുക്കുമ്പോൾ സമ്പത്ത് അത്രമേൽ വർദ്ധിക്കും, ദാനം സ്വീകരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ വരും എന്ന പ്രവാചകവചനം അറേബ്യൻ ഉപദ്വീപിന്റെ ഇന്നത്തെ അവസ്ഥയുമായി ഏറെ ചേർന്നു നിൽക്കുന്നു. ഭൂമിക്കടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധികളെക്കുറിച്ചും അത് പുറത്തുവരുന്നതിനെക്കുറിച്ചും നൽകപ്പെട്ട ആ മുന്നറിയിപ്പുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അറേബ്യൻ മണ്ണിൽ പെട്രോളിയം കണ്ടെത്തിയതോടെയാണ് ഈ വലിയ മാറ്റത്തിന് തുടക്കമായത്. കറുത്ത സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ഈ നിധി സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളും അത്യാധുനിക നഗരങ്ങളും ഉയർന്നു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സാമ്പത്തിക ശക്തിയായി അറബ് ലോകം മാറിയെന്നത് അക്കാലത്ത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഭൗതികമായ ഈ വലിയ വളർച്ചയും പണത്തിന്റെ ആധിക്യവും പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദാരിദ്ര്യം പെയ്തിറങ്ങിയിരുന്ന മണ്ണിൽ ഇന്ന് സ്വർണവും പണവും ഒഴുകുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക മുന്നേറ്റം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മരുഭൂമിയിലെ ഈ സാമ്പത്തിക വിസ്മയം ലോകക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ
ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ മദീന മുനവറയെക്കുറിച്ച് പ്രവാചകൻ നൽകിയ ഒരു പ്രവചനം ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അന്ത്യദിനത്തോടടുക്കുമ്പോൾ മദീന നഗരം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടുകൂടി നിലനിൽക്കത്തന്നെ ആളുകൾ അവിടെ നിന്നും വിട്ടുപോകുന്ന ഒരു കാലം വരും എന്നതായിരുന്നു ആ വചനം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും പവിത്രവുമായ നഗരമായിരിക്കുമ്പോഴും അവിടുത്തെ ജനവാസത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നത് അക്കാലത്ത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇന്ന് മദീന നഗരം അത്യാധുനികമായ വികസനങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളിലൂടെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചരിത്രപരമായ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ കാരണങ്ങളാൽ ആളുകൾ നഗരം വിട്ടുപോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർ ചർച്ച ചെയ്യാറുണ്ട്. മദീനയുടെ പവിത്രത ഒട്ടും കുറയാതെ തന്നെ അവിടത്തെ യഥാർത്ഥ നിവാസികൾ മറ്റിടങ്ങളിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ നഗരം ഭാഗികമായി വിജനമാകുന്നതോ ആയ ഒരു കാലഘട്ടത്തെയാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത്. നഗരത്തിന് ചുറ്റുമുള്ള വികസനങ്ങളും പുതിയ നഗരങ്ങളുടെ നിർമ്മാണവും ആളുകളെ മദീനയുടെ കേന്ദ്രഭാഗങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. വിജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമായി ഇന്നും മദീന ജ്വലിച്ചു നിൽക്കുമ്പോഴും പ്രവചനത്തിൽ പറയുന്നതുപോലെ ഒരു വിരക്തി അവിടെ സംഭവിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ്. മരുഭൂമിയിലെ ഈ പുണ്യഭൂമിയിൽ നിന്നും ജനങ്ങൾ അകന്നുപോകുന്ന ആ നിമിഷം ലോകം അതിന്റെ അവസാനത്തോടുകൂടി ഏറ്റവും അടുത്തെത്തി എന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ ഇന്നേറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതിയാണ് സമയം ഒന്നിനും തികയുന്നില്ല എന്നത്. എന്നാൽ സമയം ചുരുങ്ങുന്നതുവരെ അന്ത്യദിനം സംഭവിക്കില്ല. ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരു വാരം പോലെയുമാകും എന്ന പ്രവാചകവചനം ഇന്ന് നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായും സാങ്കേതികമായും ലോകം ഇത്രയേറെ പുരോഗതി കൈവരിച്ചിട്ടും കൈപ്പിടിയിൽ നിന്നും മണൽത്തരികൾ ചോർന്നുപോകുന്നതുപോലെ സമയം അതിവേഗം കടന്നുപോകുന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. എന്താണ് ഈ മാറ്റത്തിനു പിന്നിലെ കാരണങ്ങൾ? ഇന്നത്തെ അതിവേഗത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയും നമ്മുടെ സമയബോധത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഫോണിലേക്ക് നോക്കുമ്പോഴേക്കും ഉച്ചയാകുന്നതും ജോലികൾക്കിടയിൽ ഒരു ദിവസം തീരുന്നതറിയാത്തതും ഇന്ന് സാധാരണമാണ്. ദൂരങ്ങൾ കീഴടക്കാൻ മിനിറ്റുകൾ മാത്രം മതിയാകുന്ന ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഒഴിവു സമയങ്ങൾ ഇല്ലാതായി. പ്രവചനങ്ങളിൽ സൂചിപ്പിക്കുന്നതുപോലെ മാസങ്ങൾ ദിവസങ്ങൾ പോലെ കൊഴിഞ്ഞുപോകുന്ന ഈ പ്രതിഭാസത്തെ ടൈം കംപ്രഷൻ എന്നാണ് നിരീക്ഷകർ വിളിക്കുന്നത്. ഭൗതികമായ തിരക്കുകൾക്ക് പുറമെ ജീവിതത്തിലെ ബർക്കത്ത് അല്ലെങ്കിൽ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ഇതിനോട് ചേർത്ത് സംസാരിക്കാറുണ്ട്. എത്രയേറെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുവോ അത്രത്തോളം സമയം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു. കലണ്ടറിലെ താളുകൾ മറിയുന്ന വേഗത വർദ്ധിക്കുമ്പോൾ അത് ലോകം അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു എന്നതിന്റെ വലിയൊരടയാളമാണ്. നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ കേവലം യാദൃശ്ചികതകളാണോ, അതോ ലോകം അതിന്റെ അവസാന ശ്വാസത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പുകളാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രവചിക്കപ്പെട്ട അടയാളങ്ങൾ ഓരോന്നായി പുലരുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയൊരു യുഗമാറ്റത്തെക്കുറിച്ചുമാണ്. ഇന്ന് നാം കണ്ട ഈ മാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഏതിനെക്കുറിച്ചാണ്? നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഏതു കാര്യമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള ഗൗരവമേറിയതും ചിന്തിപ്പിക്കുന്നതുമായ കൂടുതൽ ചരിത്രങ്ങൾക്കും കഥകൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇപ്പോഴും 1000 സബ്സ്ക്രൈബ് പോലും നമ്മുടെ ഈ ചാനലിലായിട്ടില്ല. നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവരും സുഖവിവരങ്ങൾ പങ്കുവയ്ക്കുമല്ലോ.